നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വീഡിയോയിലെ വിഷയം ഈ ആഴ്ചയിലെ ലോട്ടറി നമ്പറാണ്. ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ 2026 മെയ് 3 മുതൽ 9 വരെയുള്ള ആഴ്ചയിലെയാണ്. അതിനു മുമ്പുള്ള ആഴ്ചയിലെ നമ്പറുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പല വീഡിയോയിലും എൻ്റെ നമ്പർ വന്നിട്ടുണ്ട്. പലർക്കും ഈ നമ്പർ പ്രകാരം ലോട്ടറി അടിച്ചിട്ടുണ്ട്, പലരും വിളിക്കാറുമുണ്ട്. അപ്പൊ ഈ ആഴ്ചയിലും ഞാൻ പറഞ്ഞ ഈ ആഴ്ചയിലും ഉള്ള ലോട്ടറി നമ്പറാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളുടെ നമ്പർ തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നമ്പറാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഓരോ ഗ്രഹങ്ങൾക്കും നമ്പറുണ്ട്, ഒരക്കങ്ങളുണ്ട്. ആ അക്കങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്, ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നമ്പറാണ് ഞാനിവിടെ പറയുന്നത്. അതാണ് ഇതിനു മുമ്പുള്ള ആഴ്ചകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. അപ്പോ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഓരോ ഗ്രഹങ്ങളും എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ നമ്പർ പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് നമ്പർ ഒന്ന് കിട്ടണം എന്നല്ല കരുതി വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചോടിച്ചു പോകും. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇത് മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് നമ്പർ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് പരമാവധി കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഇത് മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്താൽ എനിക്ക് വളരെ അത് പ്രയോജനകരമാണ്. നിങ്ങളത് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോ ഈ ആഴ്ചയിൽ വേഴം എന്ന് പറഞ്ഞ ഗ്രഹം ധനത്തിന്റെ ഗ്രഹമാണ്, ധനകാരകനാണ് വേഴം. അപ്പൊ ധനമുള്ള ലോട്ടറി അടിച്ചാൽ കിട്ടുന്നത്. അപ്പൊ ധനകാരകനായ വേഴം ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? മിഥുനൻ രാശിയിലാണ്. മിഥുനൻ രാശിയിൽ വേഴം എങ്ങനെയാണ് നിൽക്കുന്നത്? വക്രഗതിയിലായിട്ടാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വക്രഗതിയിൽ നിൽക്കുന്ന വേഴത്തിന് ഫലദാന ശേഷി കൂടുതൽ തരാൻ കഴിയും. അതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പിന്നെ അത് കൂടാതെ ഈ അഭിവൃദ്ധിയുടെയും സമ്പത്തിന്റെയോ ഒക്കെ ഐശ്വര്യത്തിന്റെയൊക്കെ കാരകത്വമുള്ള ഒരു ഗ്രഹമുണ്ട്. അതാരാണ്? ശുക്രനാണ്. ശുക്രൻ എവിടെ നിൽക്കുന്നത് ഈ ആഴ്ചയിൽ? എടവൻ രാശിയിലാണ്. എടവൻ രാശി എന്ന് പറഞ്ഞാൽ ശുക്രന്റെ സ്വന്തം രാശിയിലാണ്. അതുകൂടാതെ ഈ കണക്കുകൂട്ടലാണല്ലോ എന്ത് കാര്യത്തിന്. നമ്മളിതെല്ലാം ഓരോ കണക്കുകൂട്ടൽ കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ കണക്കുകൂട്ടലിന്റെ ഒരു ഗ്രഹമുണ്ട്. അതാരാണ്? ബുധനാണ്. ഈ ബുധൻ നിൽക്കുന്നത് ഇപ്പോൾ മേടൻ രാശിയിലാണ്. മേടൻ രാശിയിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പൊ മേടത്തിൽ തന്നെ സൂര്യനും നിൽക്കുന്നുണ്ട്. സൂര്യൻ ആരാണ്? ആത്മകാരകനാണ്. ആ ആത്മകാരകനായിട്ടുള്ള സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു. അപ്പൊ ഉച്ചരാശി ഇല്ല സൂര്യൻ. അതായത് ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിനും അതേപോലെ തന്നെ വക്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിനും നമുക്ക് ഫലദാന ശേഷി കൂടുതൽ തരാൻ കഴിയും. അപ്പൊ അങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ ഉച്ചത്തിലും വക്രത്തിലും നിൽക്കുന്ന ഒരു സമയമാണ് ഈ ആഴ്ച. അതാണ് ഞാനിവിടെ അവർ തമ്മിലുള്ള ഒരു നമ്പറാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ ജ്യോതിഷപരമായിട്ട് ഈ ഗ്രഹങ്ങളുടെ നമ്പർ പ്രകാരം ഈ ആഴ്ചയിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള നമ്പർ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരക്ക നമ്പർ പറയാം. പലർക്കും ഒരക്ക നമ്പർ കിട്ടിയാൽ മതി. ചിലർക്ക് 2 അക്കം, ചിലർക്ക് 3 അക്കം, ചിലർക്ക് 4 അക്കം. അപ്പൊ എല്ലാവർക്കും ഓരോരുത്തരുടെയും അഭിപ്രായം അനുസരിച്ചുള്ള നമ്പറുകളാണ് ഞാൻ ഈ പറയുന്നത്. ഒരക്ക നമ്പർ വേണ്ടവര് ഒരക്ക നമ്പർ എടുക്കുക, 2 അക്ക നമ്പർ വേണ്ടെങ്കിൽ അതെടുക്കുക, 3 അക്കവും 4 അക്കവും നമ്പറൊക്കെ വേണ്ടവര് അത് സെലക്ട് ചെയ്യുക. പിന്നെ അത് കൂടാതെ മറ്റ് നമ്പറുകൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്യാം.
അപ്പൊ ഇവിടെ ഒരക്ക നമ്പറാണ് ആദ്യം പറയുന്നത്. ഏതൊക്കെയാണ്? 1, 3, 6, 8. ഏതാണ്? 1, 3, 6, 8. ഈ ഒരക്ക നമ്പറിന് സാധ്യത കൂടുതലാണ് എന്ന് വിചാരിച്ച് മറ്റു നമ്പറുകൾക്ക് അടിക്കില്ല എന്നല്ല പറയുന്നത്. ഈ നമ്പറുകൾക്ക് ഈ ആഴ്ചയിൽ ഭാഗ്യാനുഭവം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള നമ്പറാണ്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ 2 അക്ക നമ്പറാണ്. ഈ 2 അക്ക നമ്പർ 10, 21, 24, 35, 48, 60. ഞാനൊന്നും കൂടി പറയാം. 10, 21, 24, 35, 48, 60. ഇത്രയും നമ്പർ 2 അക്ക നമ്പർ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടാവുന്ന ഒരു നമ്പറാണ്. ഇനി ഉള്ളത് 3 അക്ക നമ്പറാണ്. ഈ നമ്പർ സൂര്യന്റെ സ്വാധീനവും വേഴത്തിന്റെ സ്വാധീനവും ശുക്രന്റെ സ്വാധീനവും ഒക്കെ അതുപോലെ തന്നെ ശനിയുടെ സ്വാധീനവും ഒക്കെ ഒന്നിച്ചു വരുന്ന ഒരു നമ്പറാണ് ഇനി ഞാൻ പറയുന്ന 3 അക്ക നമ്പർ. അപ്പൊ അത് ഏതൊക്കെയാണ് ആ 3 അക്ക നമ്പർ? 121, 121, 243, അതായത് 243, 348, 348, 486, 486, 136, 136, 136, 368, 368, 863, 863, 631, 631, 763, 763, 918, 918. ഞാൻ ഒന്നും കൂടി ചുരുക്കി പറയാം നിങ്ങളുടെ ഓർമ്മക്ക് വേണ്ടിയാണ്. 121, 243, 348, 486, 136, 368, 863, 631, 763, 918. ഇതാണ് 3 അക്ക നമ്പർ. ഇനി ഞാൻ പറയുന്നത് 4 അക്ക നമ്പറാണ്. 4 അക്ക നമ്പർ നിങ്ങൾ സൂക്ഷിച്ച് എഴുതിയെടുക്കുക. 4 അക്ക നമ്പർ ഇതും ഈ പറഞ്ഞ സൂര്യനും വേഴവും ശുക്രനും ശനിയൊക്കെ ഈ ഗ്രഹങ്ങളെല്ലാം ബന്ധപ്പെടുത്തി വരുന്ന നമ്പറുകളാണ് ഈ ഗ്രഹങ്ങളുടെ ഈ 4 അക്ക നമ്പർ. അത് 1211, 1211, അതായത് 1211. ഇനി 2431, 2431, 3481, 3481, 3548, 3548, 4860, 4860, 2124, 2124, 1021, 1021, 2435, 2435, 3672, 3672,
3842 3842. ഈ 4 അക്ക നമ്പർ ഞാൻ ഒന്നുകൂടി ഓടിച്ചു വായിക്കാം. 1211, 2431, 3481, 3548, 4860, 2124, 1021, 2435, 3672, 3842. ഈ 4 അക്ക നമ്പറുകൾക്കും ഈ ആഴ്ച ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള നമ്പറാണ്. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ലോട്ടറി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അവന്റെ വ്യക്തിപരമായ കാര്യമാണ് ലോട്ടറി എടുക്കുക എന്നത്. അതിൽ നമ്മ ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ഇടപെടാൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡിക്റ്റായി പോയി ദിവസവും കാശ് കളഞ്ഞാൽ ചിലവർക്ക് കിട്ടുന്നുണ്ടാവും, ചിലവർക്ക് കിട്ടാത്തവർ ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഒന്ന് ശ്രദ്ധിച്ച് ലോട്ടറി എടുത്താൽ അത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കഴിയുന്നതും സൂക്ഷിച്ച് നമ്പർ കൈകാര്യം ചെയ്യണം. ലോട്ടറി എടുക്കാൻ നേരത്ത് നമ്പറുകൾ കഴിയുന്നതും ഈ നമ്പറുകൾ എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ലോട്ടറി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ, ലോട്ടറി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.